പുസ്തകത്തിൽ നിന്നും വാർക്കുമോ കർത്താവ് മോശയോട് അരുളി ചെയ്തു, 1-ാം മാസത്തിന്റെ 1-ാം ദിവസം നീ സമാഗമ കൂടാരം സ്ഥാപിക്കണം. സാക്ഷ്യപേടകം അതിനുള്ളിൽ പ്രതിഷ്ഠിച്ച് തിരശ്ശീല കൊണ്ട് മറയ്ക്കണം. മേശ കൊണ്ടുവന്ന് അതിന്റെ ഉപകരണങ്ങളെല്ലാം അതിന്റെ മേൽ ക്രമപ്പെടുത്തി വെക്കണം. വിളക്കുകാൽ കൊണ്ടുവന്ന് അതിന്റെ മേൽ വിളക്കുകൾ ഉറപ്പിക്കുക. ധൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സാക്ഷ്യപേടകത്തിന്റെ മുൻപിൽ സ്ഥാപിക്കുകയും കൂടാരവാതിലിന് യവനിക ഇടുകയും വേണം. സമാഗമ കൂടാരത്തിന്റെ വാതിലിന് മുൻപിൽ നീ ദഹന ബലിപീഠം സ്ഥാപിക്കണം. സമാഗമ കൂടാരത്തിന്റെയും ബലിപീഠത്തിന്റെയും മധ്യേ ക്ഷാളന പാത്രം വെച്ച് അതിൽ വെള്ളം ഒഴിക്കുക. ചുറ്റും അങ്കണം ഒരുക്കി അങ്കണ കവാടത്തിൽ യവനിക തൂക്കിയിടണം. അതിന് ശേഷം അഭിഷേക തൈലമെടുത്ത് കൂടാരവും അതിലുള്ള സകലതും അഭിഷേചിക്കുക. അങ്ങനെ കൂടാരവും അതിലെ ഉപകരണങ്ങളും ശുദ്ധീകരിക്കുക. അവ വിശുദ്ധമാകും. ദഹന ബലിപീഠവും അതിലെ ഉപകരണങ്ങളും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുക. ബലിപീഠം അത് വിശുദ്ധമാകും. ക്ഷാളനപാത്രവും അതിന്റെ പീഠവും അഭിഷേചിച്ച് ശുദ്ധീകരിക്കണം. അനന്തരം അഹരോനെയും അവന്റെ പുത്രന്മാരെയും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവന്ന് വെള്ളം കൊണ്ട് കഴുകണം. അഹരോനെ നീ വിശുദ്ധ വസ്ത്രങ്ങൾ അണിയിക്കുകയും അഭിഷേചിച്ച് ശുദ്ധീകരിക്കുകയും വേണം. അങ്ങനെ അവൻ പുരോഹിത പദവിയിൽ എന്നെ ശുശ്രൂഷിക്കട്ടെ. അവന്റെ പുത്രന്മാരെ കൊണ്ടുവന്ന് അങ്കികൾ അണിയിക്കണം. അവരുടെ പിതാവിനെ അഭിഷേചിച്ചതുപോലെ അവരെയും അഭിഷേകം ചെയ്യണം. പുരോഹിതരെന്ന നിലയിൽ അവർ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ. അവരുടെ അഭിഷേകം അവരെ തലമുറകളിലൂടെ നിലനിൽക്കുന്ന നിത്യ പൗരോഹിത്യത്തിൽ ഭാഗവാക്കുകൾ ആകും. മോശ പ്രകാരം പ്രവർത്തിച്ചു. കർത്താവ് തന്നോട് കൽപ്പിച്ചതെല്ലാം അവൻ അനുഷ്ഠിച്ചു. 2-ാം വർഷം 1-ാം മാസം 1-ാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു. മോശ കൂടാരം ഉയർത്തി അതിന്റെ പാദകുടങ്ങൾ ഉറപ്പിച്ചു. പലകുകൾ പിടിപ്പിച്ചു. അഴികൾ നിരത്തി തൂണുകൾ നാട്ടി. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിന്റെ വിധാനം ഒരുക്കി. വിരികൾ നിരത്തി അവൻ ഉടമ്പടി പത്രികയെടുത്ത് പേടകത്തിൽ വെച്ചു. തണ്ടുകൾ പേടകത്തോട് ഘടിപ്പിച്ചു. പേടകത്തിന് മീതെ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷ്യപേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അത് തിരശ്ശീല കൊണ്ട് മറച്ചു. അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിന്റെ വടക്കുവശത്തായി യവനിക വെളിയിൽ മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പവും വെച്ചു. സമാഗമ കൂടാരത്തിൽ മേശയ്ക്ക് എതിരായി ശ്രീകോവിലിന്റെ തെക്കുവശത്ത് വിളക്കുകാൽ സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിന്റെ മുൻപിൽ വിളക്കുകൾ വെച്ചു. സമാഗമ കൂടാരത്തിൽ തിരശ്ശീലയുടെ മുൻപിൽ ധൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിന്മേൽ പരിമള ദ്രവ്യങ്ങൾ പുകച്ചു. കൂടാരത്തിന്റെ വാതിൽക്കൽ തിരശ്ശീല തൂക്കിയിട്ടു. കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ദഹന ബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തു. സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യേ ക്ഷാളന പാത്രം വെച്ച് അതിൽ ക്ഷാളനത്തിനുള്ള വെള്ളം ഒഴിച്ചു. ഈ വെള്ളം കൊണ്ട് മോശയും അഹരോന്റെ പുത്രന്മാരും കൈകാലുകൾ കഴുകി. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ക്ഷാളന കർമ്മം അനുഷ്ഠിച്ച് പോന്നു. അവൻ കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണമുണ്ടാക്കി അങ്കണ കവാടത്തിൽ യവനിക ഇട്ടു. അങ്ങനെ മോശ ജോലി ചെയ്ത് തീർത്തു. ബാർക്കുമോർ Hola,
ജീവപ്രദമായ ബലി സഭയ്ക്ക് മുഴുവന് വേണ്ടി അർപ്പിക്കുന്നതിന് യോഗ്യനായി തീരുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യട്ടെ. ദേവാ നിന്നുടെ
ഞങ്ങൾക്ക് മാമോദീസ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കും. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഭാവിയുമായി ദാസനെ പറയുന്നു, പരിശുദ്ധനായ ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. മരിച്ചുപോയവരുടെയും വിശ്വാസികളാ മരിച്ചുപോലും ആത്മാക്കളെന്ന ദൈവത്തിനുള്ള ലോകം മനസ്സിൽ തോന്നി. ഭാവിയായ ദാസന്റെ ധൂപം ശുദ്ധീകരിച്ച് സ്വീകരിക്കുന്നവനാകുന്നു. ഘോഷിക്കപ്പെടുന്നു. നാം എല്ലാവരും ഭയഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം. വിശുദ്ധനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും നിങ്ങളെ ഞാൻ പരമേൽപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടുകൂടെ പോകുവീൻ. ഈ തന്നങ്ങളെ ക്ഷമിക്കുകയും കുറ്റങ്ങൾ മോചിക്കുകയും മരിച്ചുപോലെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. പ്രാർത്ഥനകളാൽ അനുഗ്രഹങ്ങളും സഹായവും പ്രാപിക്കട്ടെ. നിങ്ങൾ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ പോകുകയും എന്നേക്കും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുവീൻ. അങ്ങയുടെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ.